നമസ്കാരം. ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മൾ നമ്മളോട് തന്നെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റാരോടെങ്കിലുമോ അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നമ്മളോടോ ഒക്കെ പലതവണ ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്ത തെറ്റിൻ്റെ ഫലം ഞാൻ എന്തിനാണ് അനുഭവിക്കേണ്ടത്, അറിഞ്ഞോ അറിയാതെയോ പോലും ഞാൻ യാതൊരുവിധ തെറ്റുകളും ചെയ്തിട്ടില്ലല്ലോ, ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, എന്നിട്ടും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരു വിധി വന്നത് എന്നൊക്കെ എന്നെ കാണാൻ വരുന്നതിൽ ഒട്ടുമിക്കവാറും ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഞാൻ ഈ ചോദിച്ചതൊക്കെ. അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു, മാതാപിതാക്കൾ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലം മക്കൾ അനുഭവിക്കുന്നു, മക്കൾ ചെയ്ത തെറ്റിൻ്റെ ഫലം മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതൊക്കെ ഏതു തരത്തിലുള്ള നീതിയാണ്? അതുമല്ലെങ്കിൽ എൻ്റെ പൂർവികർ ചെയ്തതിൻ്റെ ഫലം പോലും ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ ആശങ്കപ്പെടുന്നവരാണ് നമ്മളിൽ ഏറിയ പങ്കും. എന്നാൽ ഞാൻ ഇത്തരത്തിൽ ചോദിക്കുന്ന എല്ലാ ആളുകളോടും പറയുന്ന ഉത്തരമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ പരിതസ്ഥിതിയെ നോക്കിയാലോ മനസ്സിലാക്കിയാലോ മാത്രം പോരാ എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് യാഥാർത്ഥ്യവും. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ആയി നിൽക്കുന്ന ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ജന്മം നമ്മുടെ ജീവിതത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് എന്നുള്ളതാണ്. കാരണം നമ്മളുടെയൊക്കെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ്. അതിലെ വെറും ഒരു എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ കൺമുമ്പിലുള്ളത്. ആ മെഗാ സീരിയലിലെ നിരവധിയായിട്ടുള്ള എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ധാരാളം എപ്പിസോഡുകൾ വരാനും കിടക്കുന്നുണ്ട്. അതിൽ ഒരു എപ്പിസോഡ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഈ ഒരൊറ്റ എപ്പിസോഡ് മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ സാധാരണ ടെലിവിഷൻ ചാനലുകളിലൊക്കെ വരുന്ന മെഗാ സീരിയലുകളുടെ കാര്യം നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ. നമ്മൾ അതിനു മുൻപുള്ള ഒരു എപ്പിസോഡ് പോലും കാണാതെ ആ മെഗാ സീരിയലിലെ 15ാമത്തെ എപ്പിസോഡ് മാത്രം കാണുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ മുൻപുള്ള യാതൊരു എപ്പിസോഡും നമ്മൾ കണ്ടിട്ടുമില്ല, അതിൻ്റെ യാതൊരു കഥയും നമുക്ക് അറിയുമില്ല. എന്ന് വെച്ചാൽ അതിനു മുൻപ് നടന്ന കഴിഞ്ഞ 14 എപ്പിസോഡുകളും കാണാതെ 15ാമത്തെ എപ്പിസോഡ് മാത്രം കാണാൻ നമ്മൾ ടെലിവിഷന്റെ മുൻപിൽ ചെന്നിരുന്നാൽ നമുക്ക് ആ മെഗാ സീരിയലിനെ പറ്റി എന്തെങ്കിലും അറിയാൻ കഴിയുമോ? ഇല്ലല്ലോ, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സമയത്തെ ഈ വർത്തമാന ജീവിതം മാത്രം നോക്കിയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന, നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇതിനെല്ലാമുള്ള ഉത്തരം ലഭിക്കാൻ ശ്രമിക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതമാകുന്ന ഈ മെഗാ സീരിയലിനെ പറ്റി മൊത്തം അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ജനനത്തോടുകൂടി ഒരു തുടക്കമോ മരണത്തോടുകൂടി ഒരു ഒടുക്കമോ ഉണ്ടാവുന്നതല്ല നാം കാണുന്ന ഈ ജീവിതം എന്നുള്ളതാണ്. കാരണം ഇതിനു മുൻപ് ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണിത്. എന്ന് വെച്ച് ഈ എപ്പിസോഡ് കൂടി ഇത് അവസാനിക്കുമോ? അതുമില്ല. ഇനിയും കഥകളും എപ്പിസോഡുകളും തുടരുക തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തുടക്കത്തിലെ തന്നെ നമ്മളെല്ലാവരും സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നുവല്ലോ. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെയൊക്കെ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ആരാണ് ഈ ഞാൻ എന്ന് ശരിക്കും മനസ്സിലാക്കിയാലേ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള ചോദ്യം, ആരാണ് ഞാൻ? ആരാണ് നിങ്ങൾ ഓരോരുത്തരും? ഈ കാണുന്ന നമ്മളുടെയൊക്കെ നശ്വരമായ ഈ ശരീരമാണോ ശരിക്കും ഞാൻ? അല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും.
എന്ന് വെച്ചാൽ ഈ ദേഹം, ഈ ശരീരം നമ്മളുടെ ഈ എപ്പിസോഡ് അഭിനയിച്ചു തീർക്കുന്നതിനുള്ള ഒരു വസ്ത്രം, വേഷം മാത്രമാണ് എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ, ജീവിതം ഒരു നാടകമാണ് എന്നും നമ്മളൊക്കെ അതിൽ അഭിനയിക്കുന്ന വെറും നടീനടന്മാർ മാത്രമാണ് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ എപ്പിസോഡിൽ തന്നെ നമ്മൾ എത്രയൊക്കെ വേഷങ്ങൾ അഭിനയിച്ചു തീർക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ സ്ത്രീ, പുരുഷൻ, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, അങ്ങനെ ധാരാളം റോളുകൾ നമ്മൾ ഇപ്പോൾ തന്നെ അഭിനയിച്ച് തീർത്തുകൊണ്ടിരിക്കുകയല്ലേ. വളരെ ചെറുതായിരിക്കുമ്പോൾ ഞാനൊരു മകനായിരുന്നു, ഇതെൻ്റെ അച്ഛനും അമ്മയുമാണ്, മറ്റതെൻ്റെ അനിയനാണ് എന്നൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. ഞാൻ അവർക്ക് ഒരു മകനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഒരു ബിസിനസ്സുകാരനായി, ഒരു പൊതുപ്രവർത്തകനായി. അപ്പോൾ മറ്റുള്ളവർക്ക് ഞാനൊരു ബിസിനസ്സുകാരനായി മാറി. കല്യാണം കഴിച്ചപ്പോൾ ഞാനൊരു ഭർത്താവായി, കുട്ടികളുണ്ടായപ്പോൾ ഞാൻ അവരുടെ അച്ഛനായി. ഇതെല്ലാം നമ്മൾ ഈ ഒരു ചെറിയ എപ്പിസോഡിലെ അല്ലെങ്കിൽ നാടകത്തിലെ നമ്മൾ അഭിനയിക്കുന്ന റോളുകളായിരുന്നില്ലേ? അല്ലെങ്കിൽ അഭിനയ ഭാഗമായിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ അഭിനയിച്ചത് ശരിക്കും ആരാണ്? അതാണ് വീണ്ടും ആ ചോദ്യം വരുന്നത്, ആരാണ് ഞാൻ എന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ശരീരമാണോ ഞാൻ? അങ്ങനെയെങ്കിൽ ഞാൻ ഇത് എൻ്റെ കൈ, എൻ്റെ തല, എൻ്റെ മൂക്ക് എന്നൊക്കെ പറയുമോ? വെറും ശരീരം മാത്രമാണ് ഞാനെങ്കിൽ ഞാൻ കൈ, ഞാൻ തല എന്നല്ലേ പറയൂ? ഇതൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയല്ലേ? നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാല് ഒരു കല്ലിൽ തട്ടിയാൽ നമ്മൾ എന്താ പറയുക? അയ്യോ എൻ്റെ കാല് തട്ടി എന്നല്ലേ പറയുക? ഞാൻ കാല് തട്ടി എന്നുള്ളതാണോ? അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ വേറെ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ കൈ ഒന്ന് ചെറുതായി മുറിഞ്ഞു എന്ന് കൂട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ? എൻ്റെ കൈ മുറിഞ്ഞു അല്ലേ? ഡോക്ടറെ അടുത്ത് പോയി എൻ്റെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കും. ഞാൻ കൈ എന്ന് പറയാറുണ്ടോ? ശരിക്കും ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണെങ്കിൽ ഞാൻ കൈ എന്നല്ലേ പറയേണ്ടത്? എൻ്റെ കൈ എന്ന് പറയില്ലോ. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അവസ്ഥയുണ്ട്, മറ്റൊന്ന് ഉണ്ട്, ഒരു ശക്തി ഉണ്ട് എന്നല്ലേ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. സിനിമാ നടി ലെനയ്ക്ക് പറ്റിയതുപോലെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ തകരാറുണ്ട് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു പോയേക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾക്ക് മനസ്സിലാവും ഇതൊക്കെ അഭിനയിച്ചത് നമ്മളുടെ ഉള്ളിലെ ആത്മാവാണ് എന്നുള്ളത്. ഈ ശരീരം അതിനു വേണ്ടി കിട്ടിയ ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ വസ്ത്രം മാത്രമാണ്. അതിപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ശരീരമാവുന്ന വസ്ത്രം മാറി മാറി അഭിനയിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ആണെങ്കിൽ നമ്മൾ നിലവിലുള്ള ശരീരമാകുന്ന ഈ റോൾ കോൺഷ്യസിൽ നിന്ന് മാറി സോൾ കോൺഷ്യസിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ത്രീയാണ്, പുരുഷനാണ്, അച്ഛനാണ്, അമ്മയാണ് എന്നൊക്കെയുള്ള മറ്റനേകം റോളുകളുടെ ബോധത്തിൽ നിന്ന് നമ്മൾ ആത്മാവാണ് എന്ന റോൾ കോൺഷ്യസിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആത്മബോധത്തിലേക്ക് വരണം എന്നർത്ഥം. അതാണ് ടോട്ടൽ ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വെറും കാഷായ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച് താടിയും മുടിയും ഒക്കെ നീട്ടി എല്ലാറ്റിനെയും തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമൊന്നുമല്ല കേട്ടോ. മറിച്ച് ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല എന്നും ഞാനൊരു ആത്മാവാണെന്നും അതിന് നാശമില്ല എന്നും മനസ്സിലാക്കി ഈ ജീവിത നാടകത്തിലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റോൾ അഭിനയിച്ചു തീർക്കുക എന്നുള്ളതും മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്നുള്ള ചിന്തകളൊന്നും ഇല്ലാണ്ടായി പോവും. അത്തരം ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതായി പോവും. ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ എന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ടായി പോവും. മലയാളി, തെലുങ്കൻ, തമിഴൻ എന്നുള്ള ചിന്തകളും വരില്ല. മറിച്ച് എല്ലാവരും സഹ ആത്മാക്കളാണ് എന്ന ആത്മബോധമാണ് നമ്മളിൽ ഉണ്ടാവുക. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ടാവുക.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് ശാന്തിയും സമാധാനവും സമൃദ്ധിയും ഒക്കെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഈ യൂണിവേഴ്സിൽ അനന്തമായി ധാരാളമായി ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾക്ക് അവകാശപ്പെട്ടതുമാണല്ലോ. അപ്പോൾ നമ്മൾ ആത്മബോധത്തിൽ തന്നെ ജീവിതം ജീവിക്കാൻ ആരംഭിക്കണം. നമ്മളുടെ ഈ ശരീരം ഈ കർമ്മഭൂമിയിലെ നമ്മളുടെ വസ്ത്രം മാത്രമാണ് എന്ന് തിരിച്ചറിയണം. എന്നാൽ ഈ ശരീരമില്ലാതെ ഈ കർമ്മക്ഷേത്രത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. നമുക്ക് നമ്മളുടെ ജോലിയും വേലകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ വളരെ ഭംഗിയായി ചെയ്ത് തീർക്കേണ്ടതായിട്ടുമുണ്ടല്ലോ. പക്ഷേ കേവലമായി ശരിക്കും നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവിതത്തിൽ ഈ റോൾ അഭിനയിച്ച് തീർക്കുന്നതിൻ്റെ ഭാഗമായി ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളുടെ മുമ്പിൽ വന്നു ചേരാം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ അതിനെയൊക്കെ സമചിത്തതയോടുകൂടി നേരിടാനും നെഗറ്റീവായ സാഹചര്യത്തിൽ പോലും ഒരു ശുഭ ചിന്തനം കൊണ്ടുവരാൻ നമുക്ക് സ്പിരിച്വാലിറ്റിയിലൂടെ അല്ലെങ്കിൽ ആത്മബോധത്തിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എല്ലാവരും പരിഭ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിലുണ്ടായാൽ നമുക്ക് അതിനെ ധൈര്യത്തോടെ നേരിടാൻ കഴിയും എന്നുള്ളതാണ്. മറ്റുള്ളവർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് സഹന ശക്തിയോടുകൂടി ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ മറ്റൊരാൾ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് പറഞ്ഞ് നമ്മളെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ പ്രകോപനത്തിന് വിധേയമാവാതിരിക്കണമെങ്കിൽ ഈ ആത്മബോധം അല്ലെങ്കിൽ അവബോധം നമുക്ക് വേണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞ് ആര് എന്ത് ചെയ്താലും എനിക്കെന്താണ്, അതൊന്നും എന്നെ യാതൊരു തരത്തിലും ബാധിക്കുകയില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലെ നമ്മളെ ശാന്തമാക്കാനും അങ്ങനെ നമുക്ക് തന്നെ നമ്മളുടെ സ്വയം ഹീലർ ആവാനും സാധിക്കും എന്നുള്ളതാണ്. അതാണ് ആധ്യാത്മികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റൊരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഈ കൊറോണയുടെ സമയത്ത് നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങൾ, അസുഖങ്ങൾ വന്നാൽ നേരത്തെ പോയിരുന്നത് പോലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകാറുണ്ടായിരുന്നോ? എന്നാൽ അതിനു മുൻപ് ചെറിയ ഒരു ജലദോഷം വന്നാൽ, ചെറിയൊരു അസ്വസ്ഥത വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുമായിരുന്നില്ലേ? എന്നാൽ കൊറോണയുടെ സമയത്ത് നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, സ്വയം ഹീൽ ചെയ്യുമായിരുന്നു. കാരണം അതിനേക്കാൾ വലിയ അപകടം പുറത്തിറങ്ങിയാൽ ആ കൊറോണ എന്ന് പറയുന്ന വൈറസ് നമ്മളിലേക്ക് കിട്ടുമെന്നുള്ള ഭയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? ആ തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? ഭയം എന്നതല്ല കേട്ടോ ശരിയായ വാക്ക്. ആ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായത് കൊണ്ടല്ലേ? അപ്പോൾ ആ നിസ്സാര രോഗം എന്നിൽ നിന്നോട്ടെ, പുറത്തിറങ്ങിയിട്ട് അതിനേക്കാൾ അപകടകാരിയായ കൊറോണ വൈറസ് നമ്മളിലേക്ക് വരണ്ട എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചിരുന്നതല്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമ്മളുടെ മുമ്പിൽ യാതൊരു പ്രാധാന്യവുമില്ലായിരുന്നു എന്നുള്ളതല്ലേ വസ്തുത. എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചത് ഒരു കോൺഷ്യസ് ഷിഫ്റ്റ് അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ ബോധതലത്തിൽ, വിശ്വാസതലത്തിൽ വലിയ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിലും നമുക്ക് നമ്മുടെ അനേക ടെൻഷനുണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക്, നമുക്ക് അസ്വസ്ഥത ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമ്മുടെ ഇപ്പോഴുള്ള ഈ ജീവിതത്തിൻ്റെ ഈ എപ്പിസോഡിൻ്റെ കണക്ഷനുകൾ പിന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയ എപ്പിസോഡുകളുടെ ഭാഗമായിരിക്കാം എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ എപ്പിസോഡുകളുടെയൊക്കെ ബാക്കി പത്രമായിരിക്കാം എന്ന് മനസ്സിലാക്കി ആത്മബോധത്തിലിരുന്ന് എല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള സിദ്ധി നമുക്ക് കൈവരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആത്മബോധത്തിലായിരിക്കുക എന്നുള്ളത്, ആധ്യാത്മിക ബോധത്തിലായിരിക്കുക എന്നുള്ളത്. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക, സ്ഥിരമായി മെഡിറ്റേഷൻ പരിശീലിക്കുക, ആത്മീയതയുമായി ബന്ധപ്പെട്ട ബുക്കുകൾ വായിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, വീഡിയോസുകൾ കാണുക. അത്തരത്തിൽ ഒരു
ആത്മീയ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നല്ല ഒരു ആത്മീയ ഗുരുവിനെ കണ്ടെത്തുക. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.